പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അനുദിനം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് നിരന്തരം ഓരോ ദിവസങ്ങളിലും ഈ വചനത്തിൽ പങ്കുചേരുമ്പോൾ, ഈ അനുദിന പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയിൽ, ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് എത്രയോ അപകടങ്ങളിൽ നിന്ന്, എത്രയോ രോഗങ്ങളിൽ നിന്ന്, എത്രയോ തകർച്ചകളിൽ നിന്ന് നിങ്ങളെ കാത്തു പരിപാലിച്ചിരിക്കുന്നു. കാരണം ഇത് ഒരു ശക്തമായ കർത്താവിൻ്റെ സംരക്ഷണ വലയമാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ മിഖായേൽ മാലാഖ ഒരു പിടിച്ച വാളുമായി നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ പറമ്പിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വാഹനങ്ങൾക്കും കാവൽ നിൽക്കുന്നതായി ഞാൻ കാണാറുണ്ട്. ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. ഈ വചനം കേൾക്കുന്ന അനേകായിരങ്ങൾ, ലോകം മുഴുവനുമുള്ള പല രാജ്യങ്ങളിലുള്ള വ്യക്തികൾ, അവരുടെ കുടുംബങ്ങളുടെ മുൻപിൽ മിഖായേൽ മാലാഖ ഒരു പിടിച്ച വാളുമായി കാവൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. സംഖ്യാപുസ്തകത്തിൽ ബലാക്കിനുമെതിരെ, ദുർമന്ത്രവാദത്തിനെതിരെ, ശാപങ്ങൾക്കെതിരെ ഒരു പിടിച്ച വാളുമായി നിന്ന അതേ മാലാഖ, അതിശക്തനായ മാലാഖ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ, വ്യക്തികൾക്ക്, പറമ്പിന്, വാഹനങ്ങൾക്ക്, തൊഴിൽ മേഖലകൾക്ക്, സ്വപ്നങ്ങൾക്ക്, പഠനങ്ങൾക്ക്, യാത്രകൾക്ക് സംരക്ഷണം നൽകുന്നതായി ഞാൻ കാണുന്നുണ്ട്. മക്കളെ, ഈ ശുശ്രൂഷ കർത്താവിൻ്റെ നാമത്തിലുള്ളതാണ്. യേശുവിൻ്റെ ശക്തിയാണ്. യേശു നാമത്താണ്. ഈശോ എന്ന നാമം, യേശു എന്ന നാമം സ്വർഗം നൽകിയ നാമമാണ്. സ്വർഗം ആവശ്യപ്പെട്ടതാ അവന്, ആ പുത്രന് യേശുവെന്ന് പേര് നൽകണം. യേശുവെന്ന് പറഞ്ഞാൽ രക്ഷയാണ്. യേശു നാമത്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയാം. പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലാണ് ഈ ഉച്ചാടന പ്രാർത്ഥന നടക്കുന്നത്. ഈ ബഹിഷ്കരണ പ്രാർത്ഥന ഞാൻ ചെയ്യുന്നത് യേശു നാമത്തിൻ്റെ ശക്തിയാണ്. യേശു നാമം നമുക്ക് ഉൾക്കൊള്ളുന്ന, നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമുള്ളതാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വീടിനും പറമ്പിനും എല്ലാ തടസ്സങ്ങളും മാറ്റാൻ ശക്തിയുള്ളതാണ് യേശുനാമം. ഈശോയെ എന്ന് വിളിക്കുന്ന ഒരാളും വെറും കൈയോടെ മടങ്ങിപ്പോവില്ല. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തിന്മകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുഷ്ടരിൽ നിന്നും, കടങ്ങളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും, പലവിധ ചിന്തകളിൽ നിന്ന്, ആത്മീയ തടസ്സങ്ങളിൽ നിന്ന്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്ന്, സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. ഒരു വലിയ ചൈതന്യം, വലിയൊരു ആത്മാഭിഷേകം, അത്ഭുതകരമായ പ്രത്യാശ, അത്ഭുതകരമായ പ്രതീക്ഷ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. വളരെ പ്രത്യേകം നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, കടങ്ങൾ മൂലം, കുടുംബ തകർച്ചകൾ മൂലം, മദ്യപാനം മൂലം, ലഹരി മൂലം, കലഹങ്ങൾ മൂലം, വ്യഭിചാരങ്ങൾ നിമിത്തം, തെറ്റായ ബന്ധങ്ങൾ നിമിത്തം ഇത്തരത്തിൽ കുരുക്കിലകപ്പെട്ടു പോയ എല്ലാ മക്കൾക്കും യേശുനാമത്തിൽ ഇന്ന് വിടുതലാണ്. യേശുനാമത്തിൽ സൗഖ്യമാണ്. ക്യാൻസർ രോഗികളെ, ട്യൂമറുള്ളവരെ, അലർജി ഉള്ളവരെ,
കിഡ്നി രോഗികളെ, പാൻക്രിയാസിന്റെ രോഗമുള്ളവരെ, വേരിക്കോസിന്റെ രോഗമുള്ളവരെ, ഷുഗർ മൂലം കൈകാലുകളിലെ വ്രണങ്ങൾ വന്നിട്ടുള്ളവരെ, കുമിളകൾ വന്നിട്ടുള്ളവരെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുക. യേശു നിങ്ങളെ സുഖപ്പെടുത്തുക. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അല്പം കല്ലുപ്പെടുത്ത് യേശു നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ട് കുരിശ് വരച്ച് ആ ഉപ്പിനെ ആശീർവദിക്കപ്പെടട്ടെ. ആ കല്ലുപ്പ് യേശു നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കപ്പെടുന്നു. മക്കളെ, കാലിൽ വ്രണങ്ങളുള്ളവര് ഈ വചനം കേട്ടുകൊണ്ട് അല്പ ചൂടുവെള്ളത്തിൽ ആ കല്ലുപ്പിട്ട് ആ വ്രണങ്ങൾ നിങ്ങൾ കഴുകുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന് തേക്കുക. പ്രിയപ്പെട്ടവരെ, ആ വ്രണങ്ങൾ, ആ മുറിവുകൾ അത്ഭുതകരമായി കർത്താവ് കരിച്ചു കളയുന്നതായി, വിടുതൽ കൊടുക്കുന്നതായി കാണുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് നമുക്ക് ലഭിച്ച വചനം ക്രിസ്മസ് നാളിൽ നമുക്ക് ലഭിക്കാറുള്ള വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. വചനം പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ട മക്കളെ, യേശുനാമത്തിലാണ് ശുശ്രൂഷ. യേശുനാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ, യേശുനാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം, യേശുനാമത്തിൽ നിങ്ങൾക്ക് ആശ്വാസം, യേശുനാമത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം, യേശുനാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം, യേശുനാമത്തിൽ കച്ചവട തടസ്സങ്ങൾ മാറുന്നു, യേശുനാമത്തിൽ ആത്മഹത്യകൾ മാറുന്നു, യേശുനാമത്തിൽ ശത്രുദോഷം മാറുന്നു, യേശുനാമത്തിൽ ആഭിചാരം മാറുന്നു, കെട്ടുകൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, ഭയങ്ങൾ മാറുന്നു. യേശുനാമത്താൽ, 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിൻ്റെയും വിശുദ്ധ റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടും ഈ ദൈവജനത്തെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകാൻ, ഇവരുടെ ജീവിതത്തിൽ കടങ്ങളും കുടുംബ തകർച്ചകളും തീരാവ്യാധികളും കലഹങ്ങളും നിരാശകളും ക്യാൻസറുകളും ട്യൂമറുകളും അസ്വസ്ഥതകളും ആപത്തുകളും ഉണ്ടാക്കുന്ന ദുഷ്ടാരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ നാമത്താൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് നിങ്ങളെ ഉച്ചാടനം ചെയ്ത് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിച്ച് ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സാങ്ക്വേദ് ആക്വേസ് കത്തോറീശദൻ കോറദി ജെസു come sorgendo della misericordia per noi confidiamo in te Gesù. Vieni, vieni Gesù, vieni Gesù. Tocca, 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 guarisci, libera questo popolo nel nome del Padre, del Figlio e dello Spirito Santo. Amen. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെല്ലാവരെയും കോഴിക്കോടേക്ക് ക്ഷണിക്കുകയാണ്. സാധിക്കുന്ന മക്കളൊക്കെ വരിക. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ തന്നെ നല്ല കൃപയുള്ള കൗൺസിലർമാരും വൈദികരും നിങ്ങൾ കാണാൻ സാധിക്കും. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതാണ്. ജൂൺ 13-ാം തീയതി പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ അന്തോനീസിൻ്റെ ഊട്ടുനേർച്ച. ഈ ഊട്ടുനേർച്ചയിൽ വൈകുന്നേരം 5 മണിക്ക്
കണ്ണൂർ രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ഡെന്നിസ് കുറുപ്പശ്ശേരിയുടെ നേതൃത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി ഇവിടെ അർപ്പിക്കും. തുടർന്ന് വിശുദ്ധൻ്റെ നൊവേന തിരുശേഷിപ്പിൻ്റെ വണക്കം, അതിനുശേഷം എല്ലാവർക്കും അന്തോനീസ്നാളിൻ്റെ നാമത്തിൽ ഒരു പിടി നേർച്ച ഭക്ഷണം ഊട്ടുനേർച്ച നൽകുന്നതാണ്. നിങ്ങളെല്ലാവരെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഊട്ടുനേർച്ചയെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അയക്കാവുന്നതാണ്. നിർബന്ധമുള്ള കാര്യമല്ല. പ്രേരണ കർത്താവ് തരികയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.